നമുക്ക് മഴക്കാലമൊക്കെ തുടങ്ങിയില്ലേ, ഞാൻ ഇത്രയും കാലം സമ്മർ സ്പെഷ്യൽ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ പിന്നെ മഴയായി, റെയിനി സീസണായി. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന കുറച്ച് സാരീസ് കാണിക്കണ്ടേ. അപ്പോൾ അതിനൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടൈപ്പ് സാരീസാണ്. ഞാനതിൻ്റെ ടെക്സ്ചറൊക്കെ ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് റേറ്റ്സ് ആട്ടോ, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ അതിൻ്റെ റേറ്റ് പറയാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന സാരി കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോർജറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും, എന്നാൽ എക്സാക്ട്ലി ജോർജറ്റും അല്ല. നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെ നമുക്ക് ഈ മഴ സമയത്തൊക്കെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയില്ല, അങ്ങനത്തെ ഒരു സാരി കേട്ടോ. ഇത് 1650 ഇതിൻ്റെ റേറ്റ്. മഴ സമയത്ത് തന്നെയല്ല കേട്ടോ, നമുക്ക് എപ്പോൾ വേണേലും ഉടുക്കാം. ഇപ്പോൾ പെട്ടെന്നൊക്കെ ഉടുത്തോണ്ട് പോകണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉടുത്തോണ്ട് പോകാൻ പറ്റുന്ന സാരിയാണ്. ഇതാണ് അതിൻ്റെ മുന്താണിയുടെ ഡിസൈൻ വരുന്നത്. നല്ല ജെറ്റ് ബ്ലാക്ക് ടോണിൽ ഒരു ഗ്രേ കോമ്പിനേഷൻ. ബോഡി വരുമ്പോൾ ഇതേപോലെയാണ് ബോഡിയുടെ ഡിസൈൻ. ഞാനിത് വിടർത്തി കാണിക്കാത്ത, ഇവിടെ ഇട്ട് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ഡിസൈൻ ക്ലിയർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ബ്ലൗസൊക്കെ എല്ലാവർക്കും കാണുമല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് ബ്ലൗസ് തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫുൾ ബോഡി നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ വരും. 1650. ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല ഈ മെറ്റീരിയലൊന്നും. അപ്പോൾ 1 ലെയർ ആയിട്ട് ഉടുക്കേണ്ടവർക്ക് 1 ലെയർ ആയിട്ട് ഉടുക്കാം. നല്ല സോഫ്റ്റാണ് മെറ്റീരിയലും. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു സീ ഗ്രീൻ ഷെയ്ഡ്. ഇത് കണ്ടോ, സീ ഗ്രീൻ ഷെയ്ഡ്. ഇതാണ് സാരി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ ഇതേപോലെ ഒരു പ്രിൻറ്റഡ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് ഇട്ടാൽ അതായിരിക്കും, അങ്ങനെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സീ ഗ്രീൻ. പിന്നെ പ്രിൻ്റഡ് ഇഷ്ടമുള്ളവർക്ക് അത് നല്ലതാണ് കേട്ടോ. പിങ്ക്, നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു പിങ്ക്. ഇതിൻ്റെയൊക്കെ ബ്ലൗസ് ആണെങ്കിലും ആ സെയിം മെറ്റീരിയൽ തന്നെ ഇതേപോലെ ചെറിയ ഇങ്ങനെ ഒരു പ്രിൻ്റ് വരുന്ന ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അടുത്തത് നോക്കിയേ, നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടോ, ഒരു സ്കൈ ബ്ലൂവിൻ്റെ അല്പം കൂടെ ഒരു ഡിഫറെൻറ്റ് ടോണിലേക്ക് വരുന്ന ഒരു ഷെയ്ഡ്. അതിനകത്തും ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ആ ഒരു പ്രിൻറ്റഡ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. അടുത്തത് നോക്കിയേ, ഒരു ബ്ലാക്ക് മസ്റ്റാർഡ് യെല്ലോ പിങ്ക് കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന സാരി. സെയിം മെറ്റീരിയലൊക്കെ തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1650. ഇതിൻ്റെ ബ്ലൗസ് എങ്ങനെയാണ്? ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ബ്ലാക്ക്. നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ. അടുത്തത് നോക്കിയേ, നല്ലൊരു സഫയർ ഗ്രീൻ ടോണിലേക്ക് അതേപോലെ തന്നെ കോമ്പിനേഷൻ വന്നിരിക്കുന്ന സാരി. ബ്ലൗസ് വരുമ്പോൾ ഇതിനകത്ത് ചെറിയ പ്രിൻ്റ് ഉണ്ട്, ഇങ്ങനെ ചെറുതായിട്ടുള്ള ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് സഫയർ ഗ്രീനിൽ തന്നെ. നല്ല ഡിസൈന്, നല്ല കളേഴ്സ്. അടുത്ത് വരുന്ന വേറൊരു ഡിസൈനാട്ടോ. ഇതിൻ്റെ കണ്ടോ, ഇങ്ങനെ ഒരു ഡയഗണൽ സ്ട്രൈപ്സ് പാറ്റേണിലേക്ക് വന്നിരിക്കുന്ന സാരി. മുന്താണി വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് അത് തന്നെയാണോ? ഇതിൻ്റെ റേറ്റ് 1650 തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ്. എന്നിട്ട് അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ആ റോയൽ ബ്ലൂവിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. 1650. നമുക്കിപ്പോൾ പെട്ടെന്ന് ഉടുത്തുകൊണ്ട് പോകണം, ഇങ്ങനെ പ്ലീറ്റ്സ് ഒന്നും പിടിച്ചുകൊണ്ട് നിൽക്കാനൊന്നും സമയമില്ല, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല സാരി. ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ഇച്ചിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് സാരി ഉടുക്കണമെങ്കിൽ പെട്ടെന്ന് ഉടുത്തുകൊണ്ട് പോകാവുന്ന ഒരു സാരി. അടുത്തത് വരുന്നത് നല്ല മസ്റ്റാർഡല്ലോ ബ്ലാക്ക് ആൻഡ് ഒരു പിങ്കിഷ് മെറൂൺ ടോണിലേക്ക് വന്നിരിക്കുന്ന സാരി. ഇതിൻ്റെയൊക്കെ വരുമ്പോൾ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. ബ്ലാക്ക് ബോർഡർ ഏതാണോ ആ കളറിലായിരിക്കും ബ്ലൗസ് വരുന്നത്. 1650. അടുത്തത് വരുന്നത് ഒരു മെറൂണിഷ് റെഡ്, ബേജ്, അങ്ങനെയൊക്കെ ഒരു ടോണിലേക്ക്. അടുത്തത് വരുന്നത് ഒരു ക്രീം ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. ഇതിൻ്റെയും റേറ്റ് സെയിം റേറ്റ് തന്നെ 1650. ഇതാണ് ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലാക്കിൽ വരുന്ന ബ്ലൗസ്. ഓൾ ഓവർ ദ ബോഡി ഈ ഒരു ഡിസൈൻ ആയിരിക്കും.
ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണോ എന്ന് വെച്ചാൽ ജോർജറ്റ് മെറ്റീരിയൽ അല്ല, പക്ഷേ അതേ ഒരു ഫീലിൽ നിൽക്കും. അത്രയും ബോഡി ഹഗ് ചെയ്ത് കിടക്കുകയില്ല, നന്നായിട്ട് കിടക്കുകയും ചെയ്യും. ഉടുത്തു കഴിഞ്ഞാലൊക്കെ അത് നന്നായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. താങ്ക് യു.